മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ ഭക്തർ ദർശനം നടത്തുകയാണ്. തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം തിരുനട്ടാലത്ത് ശങ്കരനാരായണനെ തൊഴുത് പൂർത്തിയാകും. കാൽനടയായി സഞ്ചരിക്കുന്നതാണ് ആചാരരീതി. ശിവാലയോട്ടത്തിലെ 7ാം ക്ഷേത്രമായ കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഒരു രാത്രിയും പകലും കൊണ്ട് 12 ക്ഷേത്രങ്ങളിലും കാൽനടയായി ദർശനം നടത്തുന്നതാണ് ഈ ശിവാലയ ഓട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ മനോജ് ചേരുന്നത് കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. അത് 7ാമത്തെ ക്ഷേത്രമാണ്. എങ്ങനെയാണ് ഇവിടേക്കുള്ള ഭക്തരുടെ ഒരു വരവ്? വിവരങ്ങൾ. നിലിമ, കൽക്കുളം ശിവക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്ക് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തിരുമല ക്ഷേത്രത്തിൽ നിന്ന് നട തുറന്നപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. അതുതന്നെ നമുക്ക് ഓരോ ക്ഷേത്രത്തിലേക്കും പോകുമ്പോൾ അനുഭവപ്പെടുന്നത്. ഈ കൽക്കുളം ശിവക്ഷേത്രമാണ് 7ാമത്തെ, അതായത് ശിവാലയ ഓട്ടത്തിൽ 7ാമത്തെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയും രഥോത്സവം നടക്കുന്നതുമായിട്ടുള്ള, അതായത് ഈ നമ്മൾ പോയതും ഇനി പോകാനുള്ളതുമായ ക്ഷേത്രത്തിലൊക്കെ ഉള്ള അതിനേക്കാളൊക്കെയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. പാർവതി സമേതനായിട്ടുള്ള ശിവപ്രതിഷ്ഠയും രഥോത്സവം നടക്കുന്നതുമായിട്ടുള്ള ഏക ക്ഷേത്രവുമാണ്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായി കൽക്കുളം തിരഞ്ഞെടുക്കുകയും പിന്നീട് പത്മനാഭപുരം എന്ന് പേരിടുകയും ചെയ്തു. അവിടെ നിന്ന് കാലാകാല രൂപത്തിൽ പ്രതിഷ്ഠയും, അതായത് അടുത്ത കാലകാല രൂപത്തിലാണ് അടുത്ത മേലാങ്കോടുള്ള പ്രതിഷ്ഠ. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ പത്മനാഭപുരത്ത് ഈ കൽക്കുളം ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുവാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഭക്തരാണ് ഇവരൊക്കെയും. ഓരോരുത്തരും അങ്ങനെ ഗോവിന്ദ ഗോപാല മന്ത്രവും ഉരുവിട്ട്, നമശിവായ മന്ത്രം ഉരുവിട്ട് അങ്ങനെയൊക്കെ എത്തുന്നുണ്ട്. എപ്പോഴും നമ്മൾ സൂചിപ്പിക്കുന്നതാണ്, ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത് തന്നെ ഈ ശൈവ വൈഷ്ണവ ബന്ധത്തെ ഉറപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഗോവിന്ദനെയും ഗോപാലനെയും ഒക്കെ ആ ഒരു മന്ത്രോച്ചാരണങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഓരോ ഭക്തരും എത്തുകയാണ്. ഇനിയുമുണ്ട് ക്ഷേത്രങ്ങളേറെ. ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയ ശേഷം അവസാനം ശങ്കരനാരായണനെ തൊഴുതാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിന്റെ പരിസമാപ്തി കുറിക്കുക. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ, അതായത് സാധാരണ കഴിഞ്ഞ ദിവസം വൈകിട്ട് തിരുമലൈ ക്ഷേത്രത്തിലെ ആ സന്ധ്യാ ദീപാരാധനയോടുകൂടിയാണ് ഈ ശിവാലയ ഓട്ടം തുടങ്ങുന്നത്. ഇപ്പോഴൊക്കെ തന്നെ നേരത്തെ എത്തുന്നവരുമുണ്ട്. അങ്ങനെ നേരത്തെ ഓടിയെത്തുന്ന ഭക്തജനങ്ങൾ ഇന്ന് കാൽനടയായി വരുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ വരുന്നവരുണ്ട്. എന്നാലും കാൽനടയായി ഈ ഒരു ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഭക്തരെയാണ്, അതാണ് ഒരു ആചാരമായി വർഷാവർഷങ്ങളായി അങ്ങനെ ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന നിരവധി പേരുണ്ട്. അവരൊക്കെ തന്നെ ഇത്തവണയും ഈ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമാകുകയാണ്. ഇനി മേലാങ്കോട് ക്ഷേത്രമാണ്. ആ മേലാങ്കോട് ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഓരോ ക്ഷേത്രങ്ങളായി അവസാനം തിരുവട്ടാലത്ത് എത്തുമ്പോഴാണ് അതിനൊരു പരിസമാപ്തി കുറിക്കുന്നത്. രാവിലെ തന്നെ തിരുമല ക്ഷേത്രം, പിന്നീട് തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, അങ്ങനെ തിരുവിടക്കോട്, തിരുവിതാംകൂട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം എന്നീ ക്ഷേത്രങ്ങളാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി ദർശനം നടത്തുന്നത് ഭക്തരൊക്കെയും. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഭക്തർ ഇവിടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തിരക്ക് നല്ലവണ്ണം തന്നെ എല്ലാ ക്ഷേത്രത്തിലും അനുഭവപ്പെടുന്നുണ്ട്. ചിലയിടത്തൊക്കെ തന്നെ വാഹനങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ റോഡിലൊക്കെ അത്തരത്തിലുള്ള തിരക്കുണ്ടാകും. അതൊക്കെ തന്നെ നിയന്ത്രിക്കുവാൻ അതാത് ക്ഷേത്രങ്ങളിലെ സേവാ സംഘങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലെ സ്വയംസേവകരും ഒക്കെ ചേർന്നുകൊണ്ട് ഈ കന്യാകുമാരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, അതായത് 2 താലൂക്കുകളിലായാണ് ഈ 12 ശിവക്ഷേത്രങ്ങളുള്ളത്. ഈ ശിവക്ഷേത്രങ്ങളുടെ സമീപത്തൊക്കെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇവർക്ക് വേണ്ട ഭക്ഷണവും അതോടൊപ്പം തന്നെ ജലവുമൊക്കെ, കുടിവെള്ളവുമൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ ഭക്തർക്ക് ഒരു കുറവും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും സജീവമായി തന്നെ ഈ സ്വയംസേവകരും അതോടൊപ്പം തന്നെ ഭക്തരുമൊക്കെയുണ്ട്. എന്തായാലും കുട്ടികൾ ഉൾപ്പെടെ ഈ ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമാകുകയാണ്. അതോടൊപ്പം തന്നെ നിരവധി മുതിർന്നവരും ഉണ്ട്. വർഷങ്ങളായി തന്നെ വരുന്നവരാണ്. എത്ര വർഷമായി? ഇത് മൂന്നാമത്തെ വർഷം. എത്രാമത്തെ വർഷമായിരുന്ന? മൂന്ന്. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ എത്തുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്മമാർ കൂടുതലായി ഇത്തവണ നിറയെ വർഷം വന്നിരിക്കുന്നു.
ഉണ്ട് ഉണ്ട് ഇനിയുണ്ട്. ഇത് 8ാമത്തെ. അമ്മമാരൊക്കെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായും ഇവിടെ ഒരു നിയന്ത്രണം ഈ ക്ഷേത്രത്തിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ദർശനം നടത്തിയ ശേഷം ഇനി അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. എന്തായാലും ഈ ഒരു ശിവാലയ ഓട്ടവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യമുണ്ട്. അതായത് മഹാഭാരതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഭീമൻ ഓരോ സ്ഥലങ്ങളിലും നിക്ഷേപിച്ചിട്ടുള്ള രുദ്രാക്ഷമാണ് ഓരോ ക്ഷേത്രങ്ങളെന്നുമുള്ള ഒരു ഐതിഹ്യമുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട്. ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. അതിൻ്റെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കൊത്തുപണികൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. വളരെയധികം ഭംഗിയോടുകൂടി ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കന്യാകുമാരി ജില്ലയിലെ ഈ ശിവാലയ ഓട്ടം അതിൽ മലയാളികളടക്കം നിരവധി ഭക്തർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ക്ഷേത്രത്തിൽ മന്ത്രോച്ചാരണങ്ങൾ അങ്ങനെ മുഴങ്ങുന്നു. ഭക്തർ ഓരോരുത്തരും ഗോവിന്ദ ഗോപാല മുഴക്കി ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ ഭക്തിപൂർവം ഈ ദർശനം പൂർത്തിയാക്കി ഒരു വർഷത്തെ, അതായത് കാത്തിരിപ്പാണ് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ശിവാലയ ഓട്ടത്തിനായി എത്തിയ, വ്രതം നോറ്റെത്തിയ ഭക്തരാണ്. അവരുടെ കയ്യിലൊരു വീശറി ഉണ്ടാകും. ആ തുണിസഞ്ചികളിൽ ഭസ്മവും അതോടൊപ്പം തന്നെ പണവും ഉണ്ടാവും. പണം എന്ന് പറയുമ്പോൾ ഈ ചെലവിനുള്ള തുകയും, ഭസ്മം അവർക്കും, അതോടൊപ്പം തന്നെ വീശറി ഈ ദേവന് ഇവിടെ വന്ന് ക്ഷേത്രത്തിന് മുന്നിലെത്തി വീശുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരും ആ ഭസ്മ കുറിയണിഞ്ഞുകൊണ്ട് അങ്ങനെ മന്ത്രോച്ചാരണങ്ങളോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങളാണ്. അതിൽ കുട്ടികളൊക്കെ അങ്ങനെ അവർക്കൊക്കെ തന്നെ ആദ്യമായി വരുന്നവർക്കൊക്കെ പുതിയൊരു അനുഭവമാണ് ഈ ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരുടെ കാലൊക്കെ ചില സമയത്ത് നമുക്ക് നോക്കുമ്പോൾ കാലൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. എന്നാലും അവർ അതൊന്നും വകവയ്ക്കാതെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും എത്തി ദർശനം പൂർത്തിയാക്കണമെന്നുള്ള ആ ഒരു മനസ്സോടുകൂടി ഇവിടേക്ക്, ആ ദൃഢനിശ്ചയത്തോടുകൂടി ഇവിടേക്ക് എത്തുന്നതാണ്. എന്തായാലും അത് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്. ഓരോരുത്തരും 7ാമത്തെ ക്ഷേത്രമാണ്. 7ാമത്തെ ക്ഷേത്രത്തിലെത്തി ഇനി ദർശനം നടത്തി അടുത്തിനി 8ാമത്തെ ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി ഉള്ളത്. എന്തായാലും ഇന്ന് ഇവരൊക്കെ തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാന ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള ആ ഒരു യാത്രയിലാണ്. കുട്ടികളൊക്കെയും ഉണ്ട്. അതോടൊപ്പം മുതിർന്നവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ ഒരു ശിവാലയോട്ടത്തിലെ 7ാം ക്ഷേത്രമായ കൽക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് മനോജ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മേലാങ്കോട്, തിരുവിതാംകൂട്, തിരുവിടക്കോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം എന്നീ ക്ഷേത്രങ്ങളിലെയും വിശേഷങ്ങളുമായി മനോജ് വരും ബുള്ളറ്റിനുകളിൽ ചേരും.